الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلوا وارعوا أنعامكم إن في ذلك لآيات لأولي النهى. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, വിശ്വാസികളെ, ഇന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാനുള്ളത് 55-ാമത്തെ ആയത്ത് മുതൽക്കാണ്. അതിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച 54-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗവും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 54-ാമത്തെ ആയത്ത് കുലൂ വർഔ അൻആമകും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൻ നുഹാ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ ولقد أريناه آياتنا كلها فكذب وأبى قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى إن في ذلك لآيات لأولي النهى. അവിടെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉണ്ടായിരുന്നത്. ഭൂമിയെ സംബന്ധിച്ച്, ഭൂമിയിൽ അള്ളാഹു നൽകിയ സൗകര്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്താണുള്ളത്. അവിടെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ കന്നുകാലികൾക്കും തീറ്റ കൊടുക്കാൻ ഉള്ള വിഭവങ്ങളുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നതാണ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൻ നുഹാ, തീർച്ചയായും അതിൽ ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ബുദ്ധിയുള്ളവർക്ക് എന്നതിന്റെ വാക്ക് ഉലിൻ നുഹ എന്നാണ്. ബുദ്ധി എന്നതിന്റെ വാക്ക് നുഹ എന്നാണ്. നുഹിയത്തുൻ എന്ന വാക്കിന്റെ ജംആണ്, ബഹുവചനമാണ് നുഹ എന്നുള്ളത്. ഇതുപോലെ ഖുർബത്തുൻ എന്നുള്ളതിന്റെ ജമ്മായിട്ട് ഖുറബുൻ എന്നുപയോഗിക്കുന്നത് പോലെ അതിന്റെ അർത്ഥം അൽ ഉഖൂൽ, ബുദ്ധി എന്നാണ്. ബുദ്ധികൾ ബഹുവചന രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു വാക്കുകളെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. സാധാരണ അഖിലുള്ള ജീവി, ബുദ്ധിയുള്ള ജീവി എന്നതിന് അഖിലുൻ, ഐന്, ഖാഫ്, ലാമ്, അതാണ് സാധാരണ ഉപയോഗിക്കുന്ന വാക്ക്. അഖല് എന്ന വാക്ക് ഇഖാൽ എന്നതിൽ നിന്ന് വരുന്നതാണ്. ഇഖാലുൻ എന്ന് പറഞ്ഞ മൃഗങ്ങളെ കെട്ടിയിടുന്ന കയറിനാണ് ഇഖാല് എന്ന് പറയുക. അതേപോലെ ഈ അറബികളൊക്കെ തലയിൽ ധരിക്കുന്ന ആ വട്ടിന് പറയുന്ന പേരാണ് ഇഖാല് എന്നുള്ളത്. ഇതേപോലെ മൃഗങ്ങളെ കെട്ടിയിടുന്ന കയറ് പോലെ മനുഷ്യന്റെ ബുദ്ധി അവന്റെ സഹജവാസനകളെ തന്നിഷ്ടപ്രകാരം അലഞ്ഞു തിരിയാൻ വിടാതെ നിയന്ത്രിക്കാനുള്ളതാണ് എന്നാണ് അഖലുൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മനുഷ്യന്റെ ബുദ്ധി അവന്റെ തന്നിഷ്ടപ്രകാരം അവന് തോന്നുന്ന ഇഷ്ടങ്ങൾക്കനുസരിച്ച് അലഞ്ഞു തിരിയാൻ വിടേണ്ടതല്ല. ഒരു പ്രത്യേകമായ ഒരു കയറിൽ ബന്ധിതമാണ്, ഒരു കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണ്. അവിടെ നിന്ന് വേണം അവൻ എല്ലാ ഭാഗത്തേക്കും തിരിയേണ്ടത്, കറങ്ങേണ്ടത്. അതാണ് ഇഖാലുൻ, അഖലുൻ എന്ന വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം മനുഷ്യനുണ്ടാകും, അത് ജീവൻ നിലനിർത്താനാണ്. പക്ഷെ അത് പരിധി വിട്ടാൽ ആർത്തിയും നാശവുമാണ് ഉണ്ടാവുക.
ഒരു പരിധി ഉണ്ട്. അതിന് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം, അതിനൊരു പരിധിയും ഒരു നിലപാടുമൊക്കെയുണ്ട്. അതല്ലാതെ വന്നാൽ അതുകൊണ്ടുണ്ടാകുന്നത് അവന്റെ നാശമായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അതേപോലെ പ്രപഞ്ച രഹസ്യങ്ങൾ പഠിക്കാനുള്ള മനുഷ്യന് ആഗ്രഹം അത് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെയുള്ള അവന്റെ ആഗ്രഹങ്ങൾ, അവന്റെ ജിജ്ഞാസ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ചാരവൃത്തി പണി ചെയ്യുന്ന രൂപത്തിലാകാൻ പാടില്ല. അപ്പൊ ലിനുഹ എന്ന് പറയുമ്പോ അക്കലുൻ എന്ന വാക്കാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയത്. ഒരു കയറിൽ ബന്ധിതമാണ് അവന്റെ കാര്യങ്ങൾ. അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് അവൻ പഠിക്കാൻ സാധിക്കുന്നത്, ഏതൊക്കെ രൂപത്തിലാണ് അവന്റെ ചിന്തകൾ അവൻ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നിങ്ങനെ കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണമുണ്ട്. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മറ്റുള്ള ആളുകളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പറ്റാവുന്ന വിധത്തിൽ അവന്റെ പഠനവും അവന്റെ ചിന്തയും അവന്റെ ജിജ്ഞാസയും ഒന്നും ആകരുത് എന്നാണ് ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ ആളുകൾ ഉണ്ടാക്കി തീർക്കുന്ന കുഴപ്പമെന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് ഏത് നിമിഷവും അവരുടെ ചാര ഉപഗ്രഹങ്ങൾ അയക്കാനും അതിനനുസരിച്ച് ആ രാജ്യത്തെയും രാജ്യത്തിലുള്ള ആളുകളെയും ഭരണാധികാരികളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ ആക്രമിക്കുവാനുമുള്ള സംഗതികളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല ഒരു വിശ്വാസിയോട് അവന്റെ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നുഹ എന്നത് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാകും. തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ എന്നൊക്കെ പറഞ്ഞ തൻഹ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാകും. തടയുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ തൻഹ എന്ന് ഉള്ള വാക്കിൽ ഉള്ളതുപോലെ അതിൽ നിന്ന് ഉപയോഗിച്ച മറ്റൊരു വാക്ക് നുഹ എന്നതിൽ നിന്ന് കൃത്യമായി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ തൻഹ എന്ന് പറയുന്ന വാക്ക് അതേപോലെ നമ്മൾ അതിന് മനസ്സിലാക്കുന്നത് തടയിടുന്നത് എന്ന അർത്ഥത്തിലാണ് അതിനെ നമ്മൾ കാണുന്നത്. ഇതേപോലെ നുഹ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുമ്പോ സ്വന്തം ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ട നോ ലാ എന്ന് പറയാൻ മനുഷ്യന് ഒരു നുഹിയ അത്തരത്തിലുള്ള ഒരു ബുദ്ധി ആവശ്യമാണ്. ചില താല്പര്യങ്ങളുടെയും ചില ആഗ്രഹങ്ങളുടെയും മുമ്പിൽ അരുത് എന്ന് പറയാൻ, വേണ്ട എന്ന് പറയാൻ, ലാ എന്ന് പറയാൻ ഒരു ബുദ്ധി അവൻ ആവശ്യമാണ്. അതാണ് നുഹി എന്ന് പറയുന്നത്, തടയിടുന്നത് എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ നുഹി എന്ന പദവും തന്നെ വളരെ പ്രസക്തമാണ്. എങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോ നേരത്തെ ഇഖാൽ എന്ന അർത്ഥം നമ്മൾ വിശദീകരിച്ചപ്പോ നമ്മൾ കണ്ടത് ഒരു കുറ്റിയിൽ കെട്ടിയിട്ട കയറിൽ അതിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് പോലെ, ഭക്ഷണം തേടുന്നത് പോലെ മനുഷ്യര് കൃത്യമായി ചില അവന് നിയന്ത്രണങ്ങൾ എന്തൊക്കെയാകാം, എവിടെയൊക്കെ ആകാം, എത്രയൊക്കെ ആകാം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് ആകണം. അതാണ് നുഹ എന്ന വാക്കിന്റെയും അർത്ഥം. ബുദ്ധിക്ക് ഖുർആൻ നൽകിയ മൂന്നാമതൊരു സംഗതി, പേര്, ഒരു പദം അൽബാബ് എന്ന ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് പാഠമുണ്ട് എന്നൊക്കെ പറയുന്ന ലുബുൻ എന്ന ഒരു പദത്തിൽ നിന്നാണ് അൽബാബ് വന്നത്. ലുബുൻ എന്ന പദത്തിന്റെ അർത്ഥം കാതൽ എന്നാണ്, കാമ്പ് എന്നാണ്. കാര്യങ്ങളുടെ പുറന്തോടല്ല, അതിന്റെ ആന്തരിക യാഥാർത്ഥ്യവും ആഴത്തിലുള്ള അർത്ഥവുമാണ് മനസ്സിലാക്കേണ്ടത് എന്ന നിലക്കാണ് ലുബുൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പുറംപോക്കുകളല്ല, പുറംപൂച്ചുകൾ കണ്ടിട്ട് വിലയിരുത്തുകയല്ല, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ കാമ്പ് മനസ്സിലാക്കാൻ, അതിന്റെ കാതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ബുദ്ധിയെയാണ് ലുബുൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഖുർആനിലുള്ള പല വിഷയങ്ങളും ലുബുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുമ്പോ വെറുതെ ഓതിപ്പോകുന്നവരല്ല, ആ ആയത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് അങ്ങനെ ഓരോ പദങ്ങളെയും ആയത്തുകളെയും അള്ളാഹുവിന്റെ വചനങ്ങളെയും ഒക്കെ
മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് അങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ ഇതിനെ വിശദീകരിച്ചാൽ, ദാനം ചെയ്യാൻ കൽപ്പിക്കുമ്പോ, സദക്ക ചെയ്യാൻ കൽപ്പിക്കുമ്പോ ഒരാൾക്ക് ഇങ്ങനെ ചോദിക്കാം: ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എന്തിന് ഞാൻ വെറുതെ കൊടുക്കണം എന്ന് വിപ്ലവമായി ചിന്തിക്കാൻ സാധിച്ചേക്കാം. എന്നാൽ മറ്റൊരർത്ഥത്തിൽ ഇതിനെ നമ്മൾ ചിന്തിക്കുമ്പോ, ഇന്ന് കഴിവുള്ളപ്പോ നമ്മൾ നൽകിയാൽ നാളെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മറ്റൊരാൾ എനിക്ക് തരാനുണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ ധർമ്മം കൊടുക്കുന്നത് എന്ന ആഴത്തിലുള്ള ഒരു യുക്തി ഈ ഒരു വിഷയം ഒരു ദാനം നൽകുമ്പോൾ പോലും ഉണ്ടായാൽ അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങൾ എന്തുമാത്രം വലുതായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുക. ഇതാണ് ഈ 3 പദങ്ങളെ, ബുദ്ധി എന്നതിനു വേണ്ടി ഖുർആൻ ഉപയോഗിച്ച 3 പദങ്ങളെയും നമ്മൾ മനസ്സിലാക്കുമ്പോ നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിഷയം. ഈ ആയത്തിൽ നമ്മൾ കാണുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ്. കുറെ വിഷയങ്ങൾ അള്ളാഹു ഇവിടെ പ്രതിപാദിച്ചു. ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞിട്ട്, അള്ളാഹു ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് മനുഷ്യർക്ക് ഭക്ഷണമാണ്. അതിലുള്ള പഴങ്ങളും ധാന്യങ്ങളും ഒക്കെ മനുഷ്യർക്ക് ഭക്ഷണമാണ്. അവരുടെ കന്നുകാലികൾക്കും ആ സസ്യലതാദികളിൽ തന്നെ ഭക്ഷണമുണ്ട്. അതെന്താ? അത് അവിടെയുള്ള പുല്ലും ഇലകളുമാണ്. പുല്ലും ഇലകളും അഥവാ ആ മേച്ചിൻപുറങ്ങൾ കന്നുകാലികളുടെ ഭക്ഷണമാകുമ്പോ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ഭേദപ്പെട്ടത്, മെച്ചപ്പെട്ടത് അതിലുള്ള പഴങ്ങൾ, ധാന്യങ്ങൾ മനുഷ്യരെ നിങ്ങളുടെ ഭക്ഷണമാണ്. അപ്പൊ മനുഷ്യർക്ക് പഴങ്ങളും ധാന്യങ്ങളും കൃഷികളിൽ നിന്ന് ഭക്ഷണമാണ്. കന്നുകാലികൾക്ക് പുല്ലും ഇലകളും ആ കൃഷികളിൽ നിന്ന്, ഭൂമിയിൽ അള്ളാഹു ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അവിടെ നിശ്ചയിച്ചു തന്നിരിക്കുന്നു. വലിയൊരു അനുഗ്രഹമല്ലേ ഈ പറഞ്ഞത്? അള്ളാഹുവിന്റെ പരിപാലനത്തിന്റെ പൂർണ്ണതയെ ഇത് സൂചിപ്പിക്കുന്നില്ലേ? മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആവശ്യങ്ങൾ ഒരേ സംവിധാനത്തിലൂടെ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നില്ലേ എന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ഒരേ സംവിധാനം. ഈ ഭൂമിയിൽ അള്ളാഹു ചെടികൾ മുളപ്പിക്കുന്നു, എന്നിട്ട് അതിലൂടെ കാലികൾക്കും മനുഷ്യർക്കുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോ ഈ ഒരൊറ്റ സംവിധാനത്തിലൂടെ പടച്ചവൻ നമുക്ക് നിർവഹിച്ചു തരുന്ന ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചു നോക്കും. ഇനി നമ്മൾ വീണ്ടും അനുഹ എന്ന പദത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇങ്ങനെ ചിന്തിക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. ഈ പദം ബുദ്ധിയുടെയും വിവേകത്തിന്റെയും ഉയർന്ന രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ ആയത്ത് മാത്രം, ഈ ആയത്തിലെ അള്ളാഹു നൽകിയ 2 അവസ്ഥകളെ, മനുഷ്യർക്കും കന്നുകാലികൾക്കും അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളെ നമ്മൾ ചിന്തക്ക് വിധേയമാക്കിയപ്പോ അത്യത്ഭുതം നമുക്കിവിടെ കാണാൻ സാധിച്ചു. അപ്പൊ ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന നുഹ എന്ന പദം ബുദ്ധിയുടെയും വിവേകത്തിന്റെയും ഏറ്റവും ഉയർന്ന രൂപം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യത്തിന്റെ ഉപരിവിപ്ലവമായ കാഴ്ചപ്പുറം മാത്രമല്ല, അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് അങ്ങനെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളെയാണ് ഉലിന്നുഹ. നേരത്തെ നമ്മൾ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞതുപോലെ അഖലുള്ള ആളുകൾ എന്ന് പറയുന്നത് പോലെ എന്ന് പറയുന്ന ആ വാക്കിൽ നിന്ന് നമ്മൾ ഇവിടെ തിരിച്ചറിയുന്നത്. സാധാരണ ഒരു ചെടി നമ്മൾ വളരുന്നത് നമ്മൾ കാണുന്നു. പക്ഷെ അതിലുള്ള പടച്ചവന്റെ ദൈവികമായ ആസൂത്രണം, അവന്റെ കൃത്യത, അവൻ കാണിച്ചിരിക്കുന്ന കരുണ എന്നിവ തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളാണ് ഉലിജുഹ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുക. അവർ അത്തരത്തിലുള്ള ആളുകളിൽ ഉൾപ്പെടുന്നവരാകണം. നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചു പോകുന്നവർ, കേട്ടുപോകുന്ന ആളുകളാകരുത്. ഇത് ഈ നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങൾ വീണ്ടും നമ്മൾ പഠനത്തിനും ചിന്തക്കും കൂടുതൽ ഈ കാര്യങ്ങളെ ബുദ്ധി കൊടുത്ത്
ആലോചിച്ച് പടച്ചവന്റെ അനുഗ്രഹങ്ങളുടെ മാഹാത്മ്യം തിരിച്ചറിയുന്നതിന് നമ്മൾ അതിനുള്ള അവസരങ്ങൾ ഒരുക്കണം. എങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ. തിന്മകളിൽ നിന്ന്, അബദ്ധങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്ന ബുദ്ധിയാണ് ഈ ദുഹ എന്ന് പറയുന്നത്, അതേപോലെ അഖ്ല് എന്ന് പറയുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അപ്പൊ അതിന് ഈ ഒരു പേര് വരാൻ, ദുഹ എന്ന് പേര് വരാൻ കാരണമാകുന്നത് തിന്മകളിൽ നിന്ന്, അബദ്ധങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്ന ഒരു സംഗതിയാണ് മനുഷ്യന്റെ ബുദ്ധി എന്നുള്ളത് കൊണ്ടാണ്. നഹി എന്ന് പറയാൻ തടയാന്നാണല്ലോ, തടഞ്ഞു നിർത്തുന്നതെന്നാണല്ലോ. അപ്പൊ ആ നിലക്ക് തിന്മകളിൽ നിന്ന്, അബദ്ധങ്ങളിൽ നിന്നും മനുഷ്യരെ തടഞ്ഞു നിർത്തുന്ന ബുദ്ധി നൽകിയ നമുക്ക് ആ ബുദ്ധിയെ സാധാരണ സംഗതികളെ പുറം ലോകത്ത് നിന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട്. ഈ ആഴത്തിലെ കാര്യങ്ങളെ നമ്മൾ മൊത്തത്തിൽ ഒന്നുകൂടെ വിശദീകരിച്ചാൽ, സൃഷ്ടാവായ അള്ളാഹു ബുദ്ധി നൽകിയത് പ്രപഞ്ചത്തിൽ തോന്നിയ പോലെ അഹങ്കരിച്ച് ജീവിക്കാനല്ല, മറിച്ച് നമ്മുടെ വാസനകളെയും പെരുമാറ്റത്തെയും നിയന്ത്രിച്ച് ആഗ്രഹങ്ങളുടെ അതിപ്രസരത്തിൽ നിന്ന് സമൂഹത്തെയും അതിലെ ഓരോ വ്യക്തിയെയും സംരക്ഷിക്കാനാണ്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ ഓരോരുത്തർക്കും നൽകിയ സഹജ വാസനകളുണ്ട്. അതൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ട ഭാഗങ്ങളിൽ നിയന്ത്രിച്ചുകൊണ്ട്, നമ്മുടെ പെരുമാറ്റങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളുടെ വല്ലാത്ത ആ കുത്തൊഴുക്കിൽ നിന്ന് മാറി നിന്നിട്ട് നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ശരിയായ വ്യക്തിത്വം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനാണ് അത് ഉപകരിപ്പിക്കേണ്ടത്. നിയമങ്ങൾ നമ്മൾ നിയന്ത്രിക്കും, അതേപോലെ മറ്റുള്ള ആളുകളെയും ആ നിയമങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. ഒരുപാട് നിയമങ്ങളും നിയമാവലികളും ഒക്കെ ഈ ലോകത്തുണ്ട്. അത് നമ്മൾ നിയന്ത്രിക്കാനുള്ളതാണ്, മറ്റുള്ള ആളുകൾ നിയന്ത്രിക്കാനുള്ളതാണ്. അതേപോലെ ഒരു നിയമമാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധിക്ക് നുഹാ എന്ന് പേരിട്ടത് കൊണ്ട്, അല്ലെങ്കിൽ അഖ്ല് എന്ന് പേരിട്ടത് കൊണ്ട് നമ്മളെ ബുദ്ധിയെ നിയന്ത്രിക്കാനുള്ള ഒരു കാര്യമായിട്ട് അതിനെ അള്ളാഹു കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന്, മറ്റുള്ളവരുടെ ഹുർമാത്തുകൾ, പവിത്രതകൾ, ആ ഹുർമാത്തുകളിലേക്ക് നമ്മൾ ഉന്നത്തി നോക്കരുത് എന്ന്, ഏന്തി നോക്കരുത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അവര് പവിത്രമായി ആദരിക്കുന്ന സംഗതികൾ, കൊണ്ടു നടക്കുന്ന വിഷയങ്ങൾ, നമുക്ക് അനുവാദമില്ലാതെ കയറിച്ചെല്ലാനോ നോക്കാനോ പാടില്ലാത്ത സംഗതികളെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കൂടെ, ആ ഹുർമത്തുകളിലേക്ക് നോക്കിക്കൂടെ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയായിരിക്കണം. നമ്മുടെ ബുദ്ധി നമ്മളോട് പറയണം, അരുത്, ലാ എന്ന് നമ്മളോട് നമ്മുടെ ബുദ്ധി സംസാരിക്കണം. അതിനാൽ തന്നെ ഈ പടച്ചവന്റെ ഈ നിയമവ്യവസ്ഥ നമ്മുടെയും നമ്മുടെ സമൂഹത്തിന്റെയും നന്മക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാകുന്നു. ബുദ്ധിയുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്ന ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ബുദ്ധിപൂർവ്വം അതിനെ ആലോചിക്കുമ്പോ ഈ സമൂഹത്തിന്റെ ഉപകാരത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് കണ്ടെത്താം. ഇനി നമ്മള് ആ ഭാഗം കഴിഞ്ഞില്ല. അതിന്റെ അവസാന ഭാഗത്തേക്ക് ഈ മൂസാ നബി അലൈഹിസ്സലാം ഈ പ്രപഞ്ചത്തെ വിശദീകരിച്ചു കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഈ ഭൂമി ലോകത്തെ സംബന്ധിച്ച് ഫറവോക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗത്തെ ഏറ്റവും അവസാന കാര്യം ഒന്നും കൂടെ പറയാനുണ്ട് ഭൂമിയെ സംബന്ധിച്ച്. ഇത്രയൊന്നല്ല. അതെന്താണെന്നറിയോ? 55-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നു, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. അതിൽ, അഥവാ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. ആ ഭൂമിയിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കുന്നു. അതിൽ നിന്ന് തന്നെ നിങ്ങളെ മറ്റൊരു പ്രാവശ്യം നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഈ ആയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ
ആ കബറിൽ വെച്ചതിന് ശേഷം ആ കബറിന്റെ ഏറ്റവും അടിയിൽ മയ്യത്തിനോട് ചേർന്നുകൊണ്ട് കല്ലുകൾ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഉറപ്പുള്ള വസ്തുക്കൾ വെച്ച് ആ മയ്യത്ത് മൂടും. ആ മയ്യത്തിന്റെ തൊട്ടടുത്ത ഭാഗത്ത് ഏറ്റവും അടിയിൽ ഇടുങ്ങിയ ഭാഗത്ത് അതിന്റെ മുകളിൽ വെച്ച് മൂടാറുണ്ട്. എന്നിട്ട് ആ കല്ലുകൾക്കിടയിൽ കുറെ കൂടെ ചെളിയോ മറ്റോ പിന്നെ പിടിപ്പിച്ച് അതിൽ അകത്തേക്കോ ഒരു തരിയും മണ്ണ് പോകാത്ത വിധത്തിൽ അത് ഭദ്രമായി അടയ്ക്കാറുണ്ട്. എന്നിട്ടാണ് പിന്നെ മുകളിലോട്ട് മണ്ണ് വാരിയിടുന്ന കോരിയിടുന്ന സംഗതികൾ തുടങ്ങിയ. അപ്പൊ അങ്ങനെ മണ്ണ് വാരിയിടാൻ തുടങ്ങുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയുണ്ട്. അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ 3 പിടി മണ്ണ് വാരി ആ കുഴിയിലേക്ക് തങ്ങളുടെ ഒരു ഭാഗതയും നിർവഹിക്കുക എന്നുള്ള ഒരു സംഗതിയുണ്ട്. 3 പിടി മണ്ണ് വാരി ആ കബറിലേക്ക് ഇടും. ആ മണ്ണ് വാരി കബറിലേക്ക് ഇടങ്ങുമ്പോ ഓരോ പിടി മണ്ണും കബറിലേക്ക് ഇടുമ്പോ പറയുന്ന വാക്കാണ് മിൻഹാ ഖലഖ്നാകും ഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്നുള്ളത് അപ്പൊ പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ആ പറച്ചിൽ വെറുതെ പറയുന്നതല്ല എന്നും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ വന്ന ഒരു വാചകമാണ് എന്നും കൂടെ നമ്മൾ ഇത്തരണത്തിൽ മനസ്സിലാക്കുമ്പോ അതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക. ഇപ്പൊ ഇവിടെ നമ്മള് മൂസാ നബി അലൈഹിസ്സലാം ഫറോവയോട് സംസാരിക്കുമ്പോ ഫറോവ എന്നത് ഞാനാണ് ദൈവം എന്ന് തന്നെ വാദിക്കുന്ന ഒരു വ്യക്തിയാ, ഗംഭീരനാണ് എന്ന് പറയാം. ആ ഗംഭീരനായ ഒരു മനുഷ്യനോട് മൂസാ നബി അലൈഹിസ്സലാം ചെന്ന് പ്രബോധനം നടത്തുമ്പോ അവിടെ അദ്ദേഹം പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കുന്ന വാക്കുകളിലാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്. ഈ ഭൂമിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ആ ഭാഗത്താണ് നമ്മൾ ഈ ആയത്ത് കൂടെ മനസ്സിലാക്കുന്നത്. മിൻഹാ ഖലഖ്നാകും, ആ ഭൂമിയിൽ നിന്നാണ് അല്ലെങ്കിൽ ആ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. ആ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. ഫീഹാ നുഈദുകും, അതിലേക്ക് തന്നെ നിങ്ങളെ നാം അടക്കുന്നതാണ്. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, അതിൽ നിന്ന് തന്നെ നിങ്ങളെ മറ്റൊരു പ്രാവശ്യം നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യും. 3 ഘട്ടത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ആയത്താണിത്. ഈ ആയത്തിലുള്ള വാക്കുകളുടെ അർത്ഥം മിൻഹാ, അതിൽ നിന്ന്, ഖലഖ്നാകും, നാം നിങ്ങളെ സൃഷ്ടിച്ചു, വഫീഹാ നുഈദുകും, അതിൽ തന്നെ നിങ്ങളെ നാം അടക്കും, വമിൻഹാ നുഖ്രിജുകും, അതിൽ നിന്ന് തന്നെ നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരും, താറത്തൻ ഉഖ്റ, മറ്റൊരു പ്രാവശ്യം, താറത്തുൻ പ്രാവശ്യം, മറ്റൊരു പ്രാവശ്യം നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരും. മറ്റൊരു പ്രാവശ്യം എന്ന് പറയുമ്പോ വേറൊരു പ്രാവശ്യം ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നോ കൊണ്ട് ഖലഖ്നാകും, നിങ്ങളെ ഭൂമിയിൽ നിന്നാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നത്, സൃഷ്ടിച്ചത്. വീണ്ടും നിങ്ങൾ ആ ഭൂമിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ എവിടെ മരിച്ചാലും, നിങ്ങൾ മരിച്ച് എന്തായാലും, നിങ്ങളുടെ ശരീരം എങ്ങനെയായാലും, എങ്ങനെ നശിപ്പിച്ചാലും, ഭസ്മമാക്കിയാലും, വെണ്ണീരാക്കിയാലും, ഊതിപ്പറിപ്പിച്ചാലും, കടലിലിട്ടാലും, എവിടെയാക്കിയാലും, നിങ്ങൾ പിന്നീട് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് എവിടെ നിന്നാണെന്നറിയോ? അത് മണ്ണിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. കാരണം അവിടേക്ക് നിങ്ങളെ മടക്കുന്നുണ്ട്. നിങ്ങൾ മണ്ണിലാണ് ജീവിക്കുന്നത്, മണ്ണിൽ നിന്നാണ് പുറപ്പെട്ടത്, നിങ്ങൾ മണ്ണിലാണ് ജീവിക്കുന്നത്, ആ മണ്ണിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അവിടെ നിന്ന് തന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും എന്ന കാര്യമാണ്. വേറെ കാര്യത്തിൽ അള്ളാഹു ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ 3 ഘട്ടങ്ങൾ എന്നുള്ളതിനെ 4 കാണാവുന്നതാണ്. മനുഷ്യന് അനിവാര്യമായിട്ടും 3 ഘട്ടങ്ങൾ പിന്നിടേണ്ടതുണ്ട് എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിച്ചു. 1 ഖലഖ്നാകും, 2 നുഈദുകും, 3-മത്തത് നുഖ്രിജുകും എന്ന് പറഞ്ഞ 3 ഘട്ടങ്ങൾ മനസ്സിലായല്ലോ. എന്നാൽ മറ്റൊരു ഘട്ടം കൂടെ ഉണ്ട്. അതെന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണത്? മനുഷ്യ ജീവിതത്തിന് ഭൂമിയുമായി ബന്ധപ്പെട്ട 4 ഘട്ടങ്ങളാണ് യഥാർത്ഥത്തിലുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു,
മനുഷ്യരെ നിങ്ങളെ നാം സൃഷ്ടിച്ചത് അതിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. രണ്ടാമത്തെ മറ്റൊരു ഘട്ടം സൂറത്തുൽ അഅറാഫിലെ 25-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫീഹാ തഹ്യൗന, ഫീഹാ തഹ്യൗന, അതിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, അവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്, ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, ആ മണ്ണിലാണ് നിങ്ങളുടെ ജീവിതം, ആ ഭൂമിയിലാണ് നിങ്ങളുടെ വാസം. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തത്, ഭൂമിയിലോട്ട് നമ്മൾ മടക്കുന്നു, വഫീഹാ നുഈദുക്കും, ആ ഭൂമിയിലേക്ക് നിങ്ങൾ മടക്കുന്നു. ഭൂമിക്ക് ഒരു കുറവുമില്ല നിങ്ങളെ സ്വീകരിക്കാൻ. എത്ര പേരുണ്ടെങ്കിലും ആ ഭൂമി സ്വീകരിച്ചോളും. എത്ര വാസന ഉള്ളതാണെങ്കിലും ചീഞ്ഞളിഞ്ഞതാണെങ്കിലും കുറെ കാലം നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ ജഡം അങ്ങനെ ചീഞ്ഞളിഞ്ഞ് വന്നതാണെങ്കിലും ഒക്കെ ആ ഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവച്ചാൽ ഭൂമി സന്തോഷത്തോടു കൂടി നിങ്ങളെ സ്വീകരിക്കും. അതൊക്കെ വേറെ കഥ. അതിൽ നിന്ന് വീണ്ടും നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ വീണ്ടും പുറത്തു വരുന്ന നാലാമതൊരു അവസ്ഥ കൂടിയുണ്ട്. അതാണ് ഇത് 4 ഘട്ടങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇത്. ഫറോവനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, മറിച്ച് ഭാവിയിൽ ഉണ്ടാകാവുന്ന മറ്റേത് ഫറോവമാർക്കും അതേപോലെ അത്തരത്തിലുള്ള സ്വഭാവക്കാർക്ക് മുഴുവനും ചിന്തിക്കാൻ ആവശ്യമായ കാര്യമാണ് ഈ ഒരു വിഷയം എന്നുള്ളത്. ഈ ഫറോവയോട് നൽകുന്ന ഈ സംഗതികൾ എന്നുള്ളത്. അപ്പൊ ഇവിടെ അതിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. മിൻഹാ, അതിൽ നിന്ന് എന്ന് പറയുമ്പോ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വചനത്തിൽ പരാമർശിച്ച തൊട്ടിലാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് അവിടെ ചെടികൾ മുളപ്പിച്ചു തന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഭൂമിയെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്കതൊരു തൊട്ടിലാണ്, സൗകര്യപ്രദമായി നിങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്. അവിടേക്ക് നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാമോ? നിങ്ങൾ വന്നത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ, ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ വന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന് മിൻഹാ ഖലഖ്നാകും എന്ന് പറയുന്ന സംഗതികളെ നമ്മൾ വിശദീകരിക്കുമ്പോ 2 തരത്തിലുള്ള സൃഷ്ടിപ്പുണ്ടല്ലോ. ഒന്ന് പ്രാഥമികമായിട്ടുള്ള സൃഷ്ടിപ്പ്, ഖൽഖുൻ അവ്വലിയ്യൻ എന്ന് പറയാം. ആദം നബി അലൈഹി ഇസ്ലാമയെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ആ മണ്ണിന്റെ വിവിധ രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത സ്ലൈഡിലൊക്കെ കാണാം, നമ്മൾ വിശദീകരിച്ചു പോയതാ. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. മണ്ണിൽ നിന്ന് എന്ന് പറയുമ്പോ അത് ആ മണ്ണിനെ കളിമണ്ണ് എന്നും പൊട്ടിയാൽ ഒച്ചയുണ്ടാകുന്ന മണ്ണ് എന്നും പശിമയുള്ള മണ്ണ് എന്നൊക്കെ വിശദീകരിച്ച് വിവിധ രൂപത്തിൽ അവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മണ്ണിൽ നിന്നാണ് ആദം നബിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് ഖൽഖുൻ സാനവിയൻ, രണ്ടാമത്തെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് മനുഷ്യൻ ആദമിന്റെ മക്കളുടെ സൃഷ്ടിപ്പാണ്. അതെങ്ങനെയാണ് ആ സൃഷ്ടിപ്പ്? പ്രത്യുൽപാദനത്തിലൂടെയുള്ള സൃഷ്ടിപ്പാണ്. ആദമിന്റെ മക്കളായ നാം എല്ലാവരും ഈ വിഭാഗത്തിൽ പെടുന്നു. ഈ ഒരു സൃഷ്ടിപ്പ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, അല്ലേ? ഈ രണ്ടാമത്തെ സൃഷ്ടിപ്പും ഭൂമിയിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞൂടെ? കാരണം നമ്മുടെ എല്ലാം അടിസ്ഥാനം എന്താണ്? മണ്ണാണ്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിയാണ്. നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദം നബി ആയതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനം എന്താണ്? മണ്ണ് തന്നെയാണ്. രണ്ടാമത്തത്, പ്രത്യുൽപാദനത്തിന് കാരണമാകുന്ന ബീജവും അണ്ടവും രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? നാം കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളിൽ നിന്നാണ്. ഭക്ഷണത്തിന്റെ ഉറവിടം എവിടെയാണ്? ഭൂമിയാണ്. അതുകൊണ്ട് നേരിട്ടോ അല്ലാതെയോ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവനാണ് എന്ന് പറഞ്ഞൂടെ? പറയാം. ശാസ്ത്രജ്ഞർ ഭൂമിയിലെ മണ്ണ് വിശകലനം ചെയ്തപ്പോ അതിൽ ഓക്സിജൻ മുതൽ മാംഗനീസ് വരെയുള്ള 16 മൂലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോന്നിനും പ്രത്യേകമായ അളവാണ്. മനുഷ്യ ശരീരം വിലയിരുത്തുമ്പോ, വിശകലനം ചെയ്യുമ്പോ ഈ പറഞ്ഞതിലുള്ള 16 മൂലകങ്ങളിൽ പ്രധാനപ്പെട്ടതൊക്കെയും മനുഷ്യന്റെ ശരീരത്തിലുമുണ്ട്. അല്ലെങ്കിൽ അത് തന്നെയാണ് മനുഷ്യന്റെ ശരീരത്തിലും ഉള്ളത് എന്ന് തന്നെ പറയാം. അപ്പോ മണ്ണിലുള്ള ഓക്സിജനും മാംഗനീസും
ഫോസ്ഫറസും പോലെയുള്ള സംഗതികളാണ് മനുഷ്യന്റെ ശരീരത്തിലും ഉള്ളത് എന്നതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കും, മനുഷ്യ നീ മണ്ണിൽ നിന്ന് തന്നെയാണ്, നിന്റെ ഉറവിടം മണ്ണാണ്, നീ മണ്ണാണ്, നീ അടിസ്ഥാനപരമായി മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പുത്രനാണ്, പുത്രിയാണ് എന്ന് ഓരോരുത്തരെ സംബന്ധിച്ച് കൃത്യമായി പറയാൻ സാധിക്കില്ലേ? പറയാൻ സാധിക്കും എന്ന് നമ്മൾ ഈ ആയത്തിന്റെ ആ ഭാഗം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും. നേരത്തെ പറഞ്ഞു മണ്ണിനെ സംബന്ധിച്ചാണ്, മണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞ ആയത്തുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. വൈനാ ഖലഖനാകും മിൻ തുറാബ് എന്ന് പറഞ്ഞ്, പിന്നെ ഉള്ള കാര്യങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്ന സംഗതികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. വജഅൽനാ മിനൽ മാഇ കുല്ലി ഷൈഇൻ ഹയ്യ ഫലാ യുഅ്മിനൂൻ ഫൈനാ ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ എന്ന് പറഞ്ഞ ഭാഗം, ഹുവല്ലദീ ഖലഖകും മിൻ തീനിൻ എന്ന് പറഞ്ഞത്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ എന്ന് പറഞ്ഞത്, ഇന്നാ ഖലഖനാഹും മിൻ തീനിൻ ലാസിബ് എന്ന് പറഞ്ഞത്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ എന്നൊക്കെ പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞു പോയ മണ്ണിന്റെ വ്യത്യസ്തമായ ഘടകങ്ങളെ സംബന്ധിച്ചാണ്. പൊടിമണ്ണാണ് നമ്മൾ ഒന്ന് പറയുകയാണെങ്കിൽ മണ്ണ് വെള്ളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്. തുറാബിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മണ്ണിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ പലതരത്തിലും പല സ്വഭാവത്തിലുള്ള മണ്ണുണ്ടാകും. അപ്പോൾ ചോദ്യം വരാം, ഏത് തരത്തിലുള്ള മണ്ണാണ് എന്നുള്ളത്. അതിന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് കളിമണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളം ചേർത്ത് കുഴക്കുമ്പോഴാണ് അത് കളിമൺ ഉണ്ടാകുന്നത്, വെള്ളത്തിൽ നിന്നാണ്, തുറാബിൽ നിന്നാണ് എന്ന് പറഞ്ഞു. വേറെ സ്ഥലത്ത് കളിമണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞു. വെള്ളവും മണ്ണും കൂടെ ചേർത്ത് കുഴച്ചാലാണ് കളിമണ്ണുണ്ടാവുക. എന്ത് കളിമണ്ണ് എന്ന് ചോദിക്കുന്നതിന് ഉത്തരം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മുട്ടിയ ശബ്ദമുണ്ടാകുന്ന മണ്ണാണ്, സ്വൽസാലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞു, പശിമയുള്ള കുഴഞ്ഞ മണ്ണാണ്, മസ്നൂനാണ് എന്നൊക്കെ ആ മണ്ണിനെ സംബന്ധിച്ചൊക്കെ അള്ളാഹു പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ വിശദീകരിച്ച് പോകുന്നില്ല, നമ്മുടെ സമയം അവസാനിക്കാറായി. ആ ഭാഗത്ത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, പിന്നെ നിങ്ങളെ നാം മടക്കുന്നു. സൃഷ്ടിപ്പിന്റെ വിപരീതമാണ് യഥാർത്ഥത്തിൽ മടക്കം എന്ന് പറയുന്നത്. സൃഷ്ടിയുടെ നിമിഷത്തിൽ നമ്മളാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ജീവിതത്തിന്റെ അവസാനമായ മരണത്തിന് ചിലപ്പോ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കാറുണ്ട്. എങ്ങനെയാണ് നമ്മളെ മരണം ഉണ്ടാകാറുള്ളത്, നമ്മളെ മടക്കം ഉണ്ടാകാറുള്ളത്? ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു സാധനം നശിപ്പിക്കുമ്പോ, ഒരു വലിയ ബിൽഡിങ്, നമ്മളുണ്ടാക്കിയ വലിയൊരു ബിൽഡിങ് അത് പിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? ആ ബിൽഡിങ്ങിൽ അവസാനമായി ഫിറ്റ് ചെയ്ത സംഗതികളാണ് നമ്മൾ പൊളിച്ചു കളയുക. ഗ്ലാസ് ആദ്യം അതിലൊരുപാട് ഗ്ലാസുകൾ ഉണ്ടാക്കും, അതെടുത്തു മാറ്റുന്നു. പിന്നീട് അതിലുള്ള മരങ്ങളും കല്ലുകളും ഒക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തു മാറ്റുകയാണ് ചെയ്യുക. അവസാനമാണ് ആദ്യമായി ഉണ്ടാക്കിയ തറ പൊളിക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുക. ഇതേപോലെയാണ് മനുഷ്യ, നിന്റെ അവസാനവും കുറിക്കപ്പെടുന്നത്. നിന്നിൽ നീ മണ്ണിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന്, പശിമയുള്ള മണ്ണിൽ നിന്ന്, മുട്ടിയാൽ ഒച്ചയുണ്ടാകുന്ന മണ്ണിൽ നിന്ന് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട നീ, നിനക്ക് ഏകദേശം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോ ഉമ്മായുടെ വയറ്റിൽ വെച്ച് റൂഹ് നൽകി. ആ റൂഹാണ് നിന്നെ മനുഷ്യനാക്കി മാറ്റിയത്. പക്ഷെ ആ റൂഹാണ് കഴിഞ്ഞിട്ടോ, സമയം കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. ആ റൂഹാണ് ഏറ്റവും ആദ്യമായി പിടിച്ചു കൊണ്ടുപോകുന്നത്. പിന്നീട് മനുഷ്യ നീ ചീഞ്ഞളിഞ്ഞു പോകും, കളിമണ്ണ് പോലെ, പശിമയുള്ള മണ്ണ് പോലെ മാറിപ്പോകും. പിന്നീട് മനുഷ്യ നീ കുറച്ചു കഴിഞ്ഞാൽ നീ ആ മണ്ണിൽ ചേർന്ന്, മണ്ണോട് ചേർന്ന് പൊടിമണ്ണോട് മാറും മനുഷ്യ. ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് നീ മാറും മനുഷ്യ. ഇതാണ് മനുഷ്യ നിന്റെ മിൻഹാ വഫീഹാ നുഈദുകും, നിന്നതിലേക്ക് മടക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആയത്തിന്റെ ആ ഭാഗം കഴിഞ്ഞിട്ടുള്ള ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഹലാലായ ആവശ്യങ്ങൾ അല്ലാഹു നമുക്ക് നിർവഹിച്ചു തരുമാറാകട്ടെ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് എല്ലാം തന്നെ അല്ലാഹു ശിഫയാക്കി നൽകുമാറാകട്ടെ. എല്ലാ നിലക്കും നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ശരിയായ സത്യവിശ്വാസികൾ
സ്വർഗം ലഭിക്കുന്ന തത്വവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി നമ്മുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗഫൂറൽ മുദ്നിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വജസാകുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നിർത്തിയതാക്കാം, പെട്ടെന്ന് കട്ടായിക്കൊണ്ടാണ്.